എല്ലാവർക്കും നമസ്കാരം. ഞാൻ ബ്രൈറ്റ്. ഈ കേരളം ഓൺലൈൻ സർവീസിലേക്ക് സ്വാഗതം. ഒരു പഞ്ചായത്തിലെ വോട്ടേഴ്സ് ലിസ്റ്റിലുള്ള പേര് മറ്റൊരു പഞ്ചായത്തിലെ വോട്ടേഴ്സ് ലിസ്റ്റിലേക്ക് എങ്ങനെ മാറ്റാം, ഓൺലൈനായി എങ്ങനെ മാറ്റാമെന്നാണ് ഇന്നിവിടെ നോക്കുന്നത്. മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ എന്നിവിടങ്ങളിലേക്കും ഇതേ പ്രോസസ്സ് തന്നെയാണ്. ഒരു വാർഡിൽ നിന്നും മറ്റൊരു വാർഡിലേക്ക് പേര് മാറ്റുന്നതും അതേപോലെ പുതിയതായി പേര് ഉൾപ്പെടുത്തുന്നത് എങ്ങനെ എന്നതിനെ സംബന്ധിച്ചുമൊക്കെയുള്ള വീഡിയോകൾ ചാനലിൽ ലഭ്യമാണ്. ഇവയൊക്കെ എൻ്റെ സ്ക്രീനിലും താഴെ ഡിസ്ക്രിപ്ഷനിലുമായിട്ടൊക്കെ കൊടുത്തിരിക്കാം. ഇത്തരത്തിലുള്ള ഓൺലൈൻ പ്രോസസ്സുകൾ മാത്രമടങ്ങിയ വീഡിയോകളാണ് ചാനൽ പോസ്റ്റ് ചെയ്യുന്നത്. നിങ്ങളിതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. കൂടാതെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുന്ന കാര്യം മറക്കാതിരിക്കുക. ഇതാണ് വെബ്സൈറ്റ്. സൈറ്റ് അഡ്രസ് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം. ഇവിടെ ആദ്യമായി സൈറ്റിൽ പ്രവേശിക്കുന്നവർ സിറ്റിസൺ രജിസ്ട്രേഷൻ എന്ന ലിങ്ക് വഴി രജിസ്റ്റർ ചെയ്യേണ്ടതുകൊണ്ട് ഒരു രജിസ്ട്രേഷൻ വഴി 10 പ്രോസസ്സ് വരെ നമുക്ക് ചെയ്യുവാൻ സാധിക്കും. എങ്ങനെ രജിസ്റ്റർ ചെയ്യാം എന്നുള്ളത് കഴിഞ്ഞ വീഡിയോകളിലൊക്കെ വിശദമാക്കിയിരുന്നതാണ്. അതുകൊണ്ട് അതിലേക്ക് കടക്കുന്നില്ല. ഇവിടെ ഞാൻ ലോഗിൻ ചെയ്യുകയാണ്. ലോഗിൻ ചെയ്താൽ ഉടൻ ഡാഷ്ബോർഡിൽ നമുക്ക് നേരത്തെ ചെയ്ത പ്രോസസ്സുകളൊക്കെ കാണിക്കുന്നതാണ്. ഇവിടെ നമുക്ക് പഞ്ചായത്ത് മാറ്റുന്നതിനായി ആദ്യമായിട്ട് ചെയ്യേണ്ടുന്നത് നെയിം ഇൻക്ലൂഷൻ ഫോം 4 എന്ന് മുകളിൽ കാണാം. ആ ഒരു ലിങ്കിൽ പ്രസ് ചെയ്താണ് പഞ്ചായത്ത് മാറ്റുന്നതിനായിട്ട് മുന്നോട്ട് പോകേണ്ടുന്നത്. തുടർന്ന് വരുന്ന പേജിൽ ഇവിടെ നമുക്ക് 2 ലിങ്കുകൾ കാണാം. നിലവിൽ വോട്ടർ പട്ടികയിൽ പേര് ഉൾപ്പെട്ടിട്ടുണ്ട്, നിലവിൽ വോട്ടർ പട്ടികയിൽ പേര് ഉൾപ്പെട്ടിട്ടില്ല. അങ്ങനെ 2 ലിങ്കുകളാണുള്ളത്. ഇവിടെ നമുക്ക് വേണ്ടുന്നത് നിലവിൽ വോട്ടർ പട്ടികയിൽ പേര് ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ള ലിങ്കാണ്. അതിന് താഴെയായിട്ട് നമുക്ക് വോട്ടർ പട്ടിക പരിശോധിക്കാനുള്ള ഒരു ക്ലിക്ക് ഹിയർ എന്ന് പറഞ്ഞൊരു ലിങ്കുണ്ട്. ആ ലിങ്കിൽ പോയി നമുക്ക് ആരെയാണോ ഒരു പഞ്ചായത്തിൽ നിന്ന് മറ്റൊരു പഞ്ചായത്തിലേക്ക് കൊണ്ടുപോകേണ്ട വോട്ടർ, ആ വോട്ടറിൻ്റെ സീരിയൽ നമ്പർ കണ്ടെത്തണം. അങ്ങനെ എങ്ങനെ കണ്ടെത്താം സീരിയൽ നമ്പർ എന്നുള്ളത് കഴിഞ്ഞ വീഡിയോകളിലൊക്കെ വിശദമാക്കിയിട്ടുള്ളതാണ്. അതുകൊണ്ടും അതിലേക്കും കടക്കുന്നില്ല. അങ്ങനെ സീരിയൽ നമ്പർ കണ്ടെത്തി നോട്ട് ചെയ്ത് വെച്ചതിന് ശേഷം ആദ്യത്തെ നിലവിലെ വോട്ടർ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന ലിങ്കിൽ പ്രസ് ചെയ്ത് മുന്നോട്ട് പോകണം. തുടർന്ന് താഴോട്ട് ഡീറ്റെയിൽസ് വരും. അവിടെ ചോദിച്ചിരിക്കുന്നത് നമ്മൾ ഇപ്പോൾ ഉൾപ്പെട്ടിട്ടുള്ള വോട്ടർ പട്ടികയിലെ വിശദാംശങ്ങളാണ് അവിടെ ചോദിച്ചിരിക്കുന്നത്. അത് നമ്മളവിടെ കൊടുക്കണം. തുടർന്ന് ഇപ്പോൾ വോട്ടർ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുള്ള ജില്ല ആദ്യം തിരഞ്ഞെടുക്കണം. അതിനുശേഷം ലോക്കൽ ബോഡി, ഗ്രാമപഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ ഏതാണെന്ന് വെച്ചാൽ അവിടെ തിരഞ്ഞെടുക്കണം. അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. കുറച്ചൊന്ന് വെയിറ്റ് ചെയ്തെങ്കിലേ ചിലപ്പോൾ അത് ഫെച്ച് ചെയ്ത് വരികയുള്ളൂ. അതിനുശേഷം ആ പഞ്ചായത്തിലെ നിങ്ങളുടെ വാർഡ് ഏതാണെന്ന്, നമ്മൾ വോട്ട് ചെയ്യുന്ന നിങ്ങളുടെ വാർഡ് ഏതാണെന്ന് അവിടെ തിരഞ്ഞെടുത്ത് കൊടുക്കണം. അതിനുശേഷം പോളിംഗ് സ്റ്റേഷൻ, നമ്മൾ പോളിംഗ് ബൂത്ത് എന്നൊക്കെ പറയും, അത് കറക്റ്റായിട്ടുള്ളത് അവിടെ നിന്നും വീണ്ടും സെലക്ട് ചെയ്ത് കൊടുക്കണം. അതിനും താഴെയായിട്ട് നമ്മൾ നേരത്തെ നോട്ട് ചെയ്ത് വെച്ച സീരിയൽ നമ്പർ, ഈ പഞ്ചായത്ത് മാറാൻ ഉദ്ദേശിക്കുന്ന ആ വോട്ടറുടെ സീരിയൽ നമ്പർ അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടുന്നത്. തുടർന്ന് താഴെ കാണുന്ന സബ്മിറ്റ് ബട്ടണിൽ പ്രസ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടുന്നത്. തുടർന്ന് താഴോട്ട് നമ്മളുടെ ആ ലോക്കൽ ബോഡിയിൽ നമ്മൾ കൊടുത്തിരിക്കുന്ന ആ സീരിയൽ നമ്പറിലുള്ള വോട്ടറുടെ ഡീറ്റെയിൽസൊക്കെ താഴോട്ട് കാണിക്കുന്നതാണ്. അതെല്ലാം ശരിയാണോ എന്ന് ഉറപ്പ് വരുത്തണം. അതിനുശേഷം ഏറ്റവും അവസാനം യെസ് കൺഫേംഡ് പ്രൊസീഡ് ടു നെക്സ്റ്റ് സ്റ്റെപ്പ് എന്നുള്ളിടത്ത് പ്രസ് ചെയ്ത് കൊടുത്ത് പോകണം. നോ കൊടുക്കാനുള്ള ഓപ്ഷനും ഉണ്ട്. പക്ഷേ ഇവിടെ നമ്മൾ ശരിയായിട്ടാണ് മുകളിൽ കൊടുത്തിരിക്കുന്നതെങ്കിൽ ഇവിടെ കറക്റ്റായിട്ട് സീരിയൽ നമ്പറൊക്കെ കറക്റ്റാണെങ്കിൽ കറക്റ്റായിട്ടുള്ള വിവരങ്ങൾ തന്നെയായിരിക്കും വന്നിട്ടുണ്ടാവുക. അവിടെ യെസ്സിൽ പ്രസ് ചെയ്ത് മുന്നോട്ട് പോകണം. തുടർന്ന് വരുന്ന പേജിൽ നിങ്ങൾ ഏത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലെ പഞ്ചായത്തിലേക്കാണോ വോട്ട് അല്ലെങ്കിൽ പേര് മാറ്റാൻ ഉദ്ദേശിക്കുന്നത് ആ അവിടുത്തെ ജില്ലയും ലോക്കൽ ബോഡി, പഞ്ചായത്ത് എങ്കിൽ പഞ്ചായത്ത്, ഗ്രാമപഞ്ചായത്ത് എങ്കിൽ പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ ഇവയിൽ ഏതാണെന്ന് വെച്ചാൽ അവിടെ തിരഞ്ഞെടുത്ത് കൊടുക്കണം. അതിനുശേഷം അവിടുത്തെ വാർഡും പോളിംഗ് സ്റ്റേഷനും കറക്റ്റായിട്ട് തിരഞ്ഞെടുത്ത് കൊടുക്കണം. തുടർന്ന് അതിന് താഴെയായിട്ട് ആ പഞ്ചായത്ത് സ്ഥിതി ചെയ്യുന്ന താലൂക്ക് തിരഞ്ഞെടുത്ത് കൊടുക്കണം കോംബോ ബോക്സിൽ നിന്നും. തുടർന്ന് തൊട്ട് വലത് സൈഡിലായിട്ട് LAC ലെജിസ്ലേറ്റീവ് അസംബ്ലി കോൺസ്റ്റിറ്റ്യുവൻസി എന്നാണ്, നിയമസഭാ മണ്ഡലം എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നിങ്ങളുടെ MLA ഉൾപ്പെടുന്ന നിയമസഭാ മണ്ഡലം ഏതാണെന്ന് വെച്ചാൽ അത് തിരഞ്ഞെടുത്ത് കൊടുക്കണം. ഇവയെല്ലാം ശരിയായി കൊടുത്തതിന് ശേഷം താഴെ വന്ന് സബ്മിറ്റ് കൊടുക്കാവുന്നതാണ്. തുടർന്ന് മറ്റൊരു പേജിലേക്ക് വരുന്നതും ഇവിടെയും നമ്മൾ ഒരു സീരിയൽ നമ്പർ കൂടി കൊടുക്കണം. നിങ്ങളുടെ ഇപ്പോൾ മാറി വന്ന പഞ്ചായത്തിലെ നിങ്ങളുടെ അയൽക്കാരനോ ബന്ധുവോ ആയ ഒരു വോട്ടറുടെ സീരിയൽ നമ്പർ നമ്മൾ നേരത്തെ കണ്ടെത്തിയതുപോലെ കണ്ടെത്തി ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് ആ റിലേഷനും കൊടുക്കണം. തൊട്ട് താഴെ വോട്ടറുടെ പേര് അവിടെ ഓട്ടോമാറ്റിക് ഫെച്ച് ചെയ്ത് വന്നിട്ടുണ്ട്, ഇല്ലെങ്കിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. അതുപോലെ മലയാളത്തിലും അവിടെ വന്നിട്ടുണ്ട്. ലോക്കൽ ലാംഗ്വേജിൽ കൊടുക്കണമെന്നില്ല. അതുപോലെ ജെൻഡറും ഡേറ്റ് ഓഫ് ബർത്തും ഒക്കെ കൊടുക്കണം. അതിനുശേഷം പ്രീ ഡീലിമിറ്റേഷൻ വാർഡ്, ഡീലിമിറ്റേഷന് മുന്നേ ഉള്ള വാർഡാണ് ചോദിക്കുന്നത്. നിങ്ങളിപ്പോൾ മാറാൻ ഉദ്ദേശിക്കുന്ന ആ പഞ്ചായത്തിലെ വാർഡ് ഏതാണെന്ന് വെച്ചാൽ അവിടെ സെലക്ട് ചെയ്ത് കൊടുക്കണം. അതുപോലെ മുകളിൽ മൊബൈൽ നമ്പർ കൊടുക്കേണ്ടതുകൊണ്ട് പിന്നീട് നിങ്ങളുടെ ഹൗസ് നമ്പർ കൊടുക്കണം. സബ് നമ്പർ ഉണ്ടെങ്കിൽ മാത്രം കൊടുത്താൽ മതി. അതായത് ഈ പുതിയ പഞ്ചായത്തിലേക്ക് വന്നപ്പോൾ അവിടെയുള്ള വീട്ടിൻ്റെ നമ്പറാണ് കൊടുക്കേണ്ടുന്നത്. പിന്നെയുള്ളത് അഡ്രസ് ഡീറ്റെയിൽസാണ്. വീട്ടുപേരും
വീട്ടുപേര് മലയാളത്തിലും ഇംഗ്ലീഷിലും കൊടുക്കണം. ഓട്ടോമാറ്റിക് ഇവിടെ ഫെച്ച് ചെയ്ത് വന്നിട്ടുണ്ടാകും. അതേപോലെ പ്ലേസും പിൻകോഡും ഒക്കെ കറക്റ്റായിട്ട് കൊടുക്കുക. കുറേയൊക്കെ ഇവിടെ ഫെച്ച് ചെയ്ത് വന്നിട്ടുണ്ട്. താഴെയായിട്ട് ഗാർഡിയൻ്റെ പേര് മലയാളത്തിലും ഇംഗ്ലീഷിലും കൊടുക്കണം. അതും അവിടെ ഫെച്ച് ചെയ്ത് വന്നിട്ടുണ്ടായിരിക്കും. മലയാളത്തിൽ എങ്ങനെ ടൈപ്പ് ചെയ്യാമെന്നൊക്കെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. മംഗ്ലീഷ് കീബോർഡും ഗൂഗിൾ ഇൻപുട്ട് ടൂൾസ് മലയാളം ഒക്കെ ഉപയോഗിച്ച് ടൈപ്പ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. താഴെയായിട്ട് ID കാർഡ് ഡീറ്റെയിൽസ് ചോദിക്കുന്നുണ്ട്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ കൊടുക്കാവുന്നതാണ്. ആധാർ നമ്പറൊക്കെ ഉണ്ടെങ്കിൽ കൊടുക്കാവുന്നതാണ്. കൊടുത്തില്ലെങ്കിലും ആപ്ലിക്കേഷൻ മുന്നോട്ട് പോകുന്നുണ്ട്. ഇവയെല്ലാം ശരിയായി കൊടുത്തതിന് ശേഷം താഴെ വന്ന് സബ്മിറ്റ് കൊടുക്കാവുന്നതാണ്. ഡെമോൺസ്ട്രേഷൻ പർപ്പസ് ആയതുകൊണ്ട് ഞാനിവിടെ സബ്മിറ്റ് കൊടുക്കുന്നില്ല. സബ്മിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ വീഡിയോകളിലൊക്കെ കണ്ടതുപോലെ ഹിയറിംഗ് നോട്ടീസും ഫോമും വരുന്നതാണ്. അത് രണ്ടും പ്രിൻ്റ് എടുത്ത് ഏത് പഞ്ചായത്തിലേക്കാണോ നമ്മൾ വന്നത് അവിടത്തേക്ക് ലോക്കൽ ബോഡിയിലേക്കാണോ വന്നത് ആ ലോക്കൽ ബോഡിയിലെ സെക്രട്ടറിയെ നേരിട്ട് പോയി ഹിയറിങ്ങിന് പോയി കാണേണ്ടതാണ്. ഹിയറിംഗ് നോട്ടീസിൽ ടൈമും ഡേറ്റും ഒക്കെ ഉണ്ടാകും. അതുപോലെ തന്നെ പ്രൂഫ് കൊണ്ടുപോകേണ്ടതുകൊണ്ട് മാരേജ് സർട്ടിഫിക്കറ്റ്, അതുപോലെ തന്നെ റെസിഡൻസ് സർട്ടിഫിക്കറ്റ് പോലെയുള്ള സ്ഥിരതാമസ സർട്ടിഫിക്കറ്റ്, മറ്റ് ഫോട്ടോ ID പ്രൂഫുകൾ തുടങ്ങിയവയൊക്കെ ഇതിനായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. ഇതോടെ ഈ ഒരു വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ്. താങ്ക് യു ഫോർ വാച്ചിങ് വീഡിയോ.